10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഭരണം ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് മന്ത്രിസഭ രൂപീകരണത്തിലേക്കാണ്. ഒട്ടനവധി ചർച്ചകൾക്കും സമവാക്യങ്ങൾക്കും ഒടുവിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു പുതുപ്പള്ളിയിൽ നിന്നുള്ള യുവ MLA ചാണ്ടി ഉമ്മന്റേത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നിയമസഭയിലെത്തിയ ചാണ്ടി ഉമ്മൻ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് നടന്നത്. എന്നാൽ മന്ത്രിമാരുടെ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ ചാണ്ടി ഉമ്മന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾക്കും മാധ്യമ ചർച്ചകൾക്കും കൃത്യമായ മറുപടിയുമായി രാഷ്ട്രീയ പക്വതയാർന്ന നിലപാടുകളോടെ ചാണ്ടി ഉമ്മൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പുലർത്തേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും ശക്തമായ ഭാഷയിലാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ AK ആന്റണിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മന്ത്രിസ്ഥാനത്തേക്ക് തുടക്കം മുതൽ തന്നെ തന്റെ പേര് പാർട്ടി തലത്തിൽ ഒരിടത്തും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മാധ്യമങ്ങൾ തങ്ങളുടേതായ താല്പര്യപ്രകാരം ചമച്ചുണ്ടാക്കിയ ഒരു ലിസ്റ്റായിരുന്നു അതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടക്കം മുതൽ തന്നെ മന്ത്രിമാരുടെ ഔദ്യോഗിക പട്ടികയിൽ എന്റെ പേര് ഉണ്ടായിരുന്നില്ല. അത് മാധ്യമങ്ങൾ സ്വന്തം നിലയ്ക്ക് സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. നിങ്ങൾ തന്നെ ആദ്യം 7 പേരുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടു. പിന്നീട് അതിൽ നിന്ന് ഒരൊറ്റ പേര് മാത്രം അപ്രതീക്ഷിതമായി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും ആരുടെ താല്പര്യപ്രകാരമായിരുന്നു ആ ലിസ്റ്റ് നിർമ്മിച്ചതെന്നും മാധ്യമങ്ങൾ തന്നെയാണ് സ്വയം പരിശോധിക്കേണ്ടത്. വാർത്തകൾ നൽകുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പാർട്ടിക്കുള്ളിലും ഭിന്നതയുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും ഇത്തരം മാധ്യമ അജണ്ടകൾക്ക് താൻ വഴങ്ങിക്കൊടുക്കില്ലെന്നുമാണ് ചാണ്ടി ഉമ്മൻ അടിവരയിട്ട് പറയുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ പദവികളെക്കാൾ ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിലെയും കേരളത്തിലെ ജനങ്ങൾ തനിക്ക് നൽകിയ പിന്തുണ ഏതൊരു മന്ത്രിസ്ഥാനത്തെക്കാളും വലുതാണെന്നും അദ്ദേഹം വികാരാധീനായി ഓർമ്മിപ്പിച്ചു. വേറെ എന്ത് ഔദ്യോഗിക പദവിയേക്കാളും വലിയൊരു സ്ഥാനം ഇന്ന് എനിക്കുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് തന്നിട്ടുള്ള കേരളത്തിന്റെ മകൻ എന്ന പദവിയാണ്. അതിനപ്പുറം മറ്റൊരു മന്ത്രിസ്ഥാനവും എനിക്ക് വലുതല്ല, ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞു. അധികാരത്തിന്റെ ചുവപ്പ് നാടകൾക്കുള്ളിൽ ഒതുങ്ങുന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ജനവിശ്വാസം ആർജിക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ യഥാർത്ഥ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം വെറുത്തിട്ട് എത്ര വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടും എന്താണ് കാര്യം? ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ തന്നെയാണ് എന്റെ അന്തിമ തീരുമാനം. ചാണ്ടി ഉമ്മൻ തന്റെ രാഷ്ട്രീയ ദർശനം വ്യക്തമാക്കി. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാത്തത് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ വികസനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ 5.5 പതിറ്റാണ്ടുകാലം പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന നിലയിൽ പുതുപ്പള്ളിക്ക് പ്രത്യേക പരിഗണന ലഭിക്കേണ്ടതുണ്ട്. ഈ ചോദ്യത്തിനും തികച്ചും യുക്തിഭദ്രമായ മറുപടിയാണ് ചാണ്ടി ഉമ്മൻ നൽകിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് പുതുപ്പള്ളിയുടെ മന്ത്രി എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പുതുപ്പള്ളിയുടെ വികസന കാര്യങ്ങളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പ്രത്യേക താല്പര്യമുണ്ടെന്നും അതിനായി മണ്ഡലത്തിന് മാത്രമായി വേറൊരു മന്ത്രിയെ ആവശ്യമില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുതുപ്പള്ളിയിലെ വികസന പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കാൻ താൻ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മന്ത്രിസഭ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ AK ആന്റണിയെ ചാണ്ടി ഉമ്മൻ സന്ദർശിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതിലുള്ള പരാതി അറിയിക്കാനാണ് സന്ദർശനം എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളെ ചാണ്ടി ഉമ്മൻ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. AK ആന്റണി തനിക്ക് വെറും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, മറിച്ച് തന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും തമ്മിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിന്റെ തുടർച്ചയാണിത്. തികച്ചും വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ഒരു സന്ദർശനം മാത്രമായിരുന്നു അത്. രാഷ്ട്രീയത്തിനപ്പുറം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് വഴിവിളക്കായി നിൽക്കുന്ന വ്യക്തിയാണ് ആന്റണി എന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഉപദേശങ്ങളും തേടുക എന്നത് തന്റെ കടമയാണെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അധികാര പദവികളില്ലെങ്കിലും ജനസേവന രംഗത്ത് താൻ കൂടുതൽ സജീവമാകുമെന്നതിന്റെ സൂചന ചാണ്ടി ഉമ്മൻ നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ശൈലി പിന്തുടരുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കേരളം ഉടനീളം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. നിലവിൽ ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഇനി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ 14 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, പാർപ്പിട പദ്ധതികൾ തുടങ്ങിയവ ഉമ്മൻചാണ്ടി തന്റെ ജീവിതകാലത്ത് ജനങ്ങൾക്കായി ചെയ്ത എല്ലാ കാരുണ്യ പ്രവർത്തികളും ഈ ഫൗണ്ടേഷനിലൂടെ കൂടുതൽ വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്.
ഔദ്യോഗിക പദവികൾ ഇല്ലെങ്കിലും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വലിയ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ ചാണ്ടി ഉമ്മൻ. കേരളത്തിലെ ജനങ്ങൾ തനിക്കും തന്റെ കുടുംബത്തിനും നൽകിയ അത്ഭുതപൂർവമായ സ്നേഹത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലെന്ന് ചാണ്ടി ഉമ്മൻ വിനയപൂർവ്വം സമ്മതിക്കുന്നു. തന്നെ വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ജനങ്ങളോട് താൻ കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം ഞാൻ പൂർണ്ണമായും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. എന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കും പ്രചാരണങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കൊപ്പമുള്ള ജീവിതവും കൊണ്ട് തന്നെ ഞാൻ അതിനെല്ലാം മറുപടി നൽകും. ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയെ പോലെ 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു ജനകീയ രാഷ്ട്രീയ ശൈലി കൈവിടില്ലെന്ന് ഉറപ്പാണ് ചാണ്ടി ഉമ്മൻ ഇതിലൂടെ നൽകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ യുവ നേതാക്കൾ പലപ്പോഴും അധികാരത്തിനും പദവികൾക്കും വേണ്ടി കടുത്ത മത്സരങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തനിക്ക് ലഭിക്കാത്ത മന്ത്രിസ്ഥാനത്തെ ചൊല്ലി യാതൊരുവിധ പരിഭവവും ഇല്ലാതെ ലഭിച്ച പദവിയിൽ സംതൃപ്തനായി ജനസേവനത്തിനിറങ്ങുന്ന ചാണ്ടി ഉമ്മന്റെ ശൈലി ഏറെ ശ്രദ്ധേയമാണ്. ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മൂല്യം ഉയർത്താൻ മാത്രമേ സഹായിക്കൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ പ്രധാനം പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുകയും ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുകയുമാണെന്ന യാഥാർത്ഥ്യം ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കുന്നു. വി.ഡി. സതീശൻ സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരിന് വലിയൊരു ജനകീയ മുഖമായി പ്രവർത്തിക്കാൻ ചാണ്ടി ഉമ്മന് സാധിക്കും. മാധ്യമങ്ങളുടെ അനാവശ്യ ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ ഈ പ്രതികരണം അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരന്റെ പക്വതയാണ് കാണിക്കുന്നത്. സ്ഥാനമാനങ്ങൾ തനിയെ തേടി വരുന്നതാണെന്നും ജനങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ അംഗീകാരമാണെന്നുമുള്ള ഉമ്മൻചാണ്ടിയുടെ അതേ രാഷ്ട്രീയ പാഠശാലയിൽ നിന്നാണ് ചാണ്ടി ഉമ്മനും വരുന്നതെന്ന് ഈ നിലപാടുകളിലൂടെ തെളിയുന്നു. പുതുപ്പള്ളിയുടെ വികസനവും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിലൂടെയും ജനസമ്പർക്ക പരിപാടികളിലൂടെയും കേരള രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ എന്ന പേര് വരും നാളുകളിൽ കൂടുതൽ തിളക്കത്തോടെ നിലനിൽക്കുമെന്നത് ഉറപ്പാണ്.